ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അമേസിംഗ് ഫൺ ഫാക്ട്സ് പാർട്ട് 11 ആണ്. സയന്റിസ്റ്റുകളുടെ പ്രഡിക്ഷൻ അനുസരിച്ച് വരുന്ന കാലത്തുള്ള ജനസംഖ്യയുടെ അളവെന്ന് പറഞ്ഞ ഏകദേശം 800 കോടിയോളം വന്നേക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ഭൂമിയിലെ ഉറുമ്പുകളുടെ എണ്ണത്തിന്റെ അടുത്ത് പോലും എത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അളവ് ഏകദേശം കോടിയോളം ഉണ്ട് എന്നാണ്. എങ്ങനെയുണ്ട്? ഇത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടോ? ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ ഭൂമിയിലെ മനുഷ്യരുടെ അത്രത്തോളം തൂക്കം അവർക്കുമുണ്ട് എന്നത് തന്നെയാണ് വേറെ വലിയൊരു സത്യം. 1933 നിർമ്മിച്ച ഒരു $20 കോയിൻ ഉണ്ടായിരുന്നു. അത് പിന്നീട് 70 വർഷത്തിന് ശേഷം $7 ബില്യൺ വിറ്റത്. ഏകദേശം 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയായിരുന്നു ജോൺ സ്പിൽബർ പസിലുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴത്തെ പോലുള്ള പസിലുകളല്ലായിരുന്നു ഇത്. മറിച്ച് അദ്ദേഹം ഒരു മരക്കഷ്ണത്തിന് മുകളിൽ രാജ്യങ്ങളുടെ ഭൂപടം വരച്ച് അത് മുറിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വാസ്തവത്തിൽ ഇത് അക്കാലത്ത് കളിക്കാനല്ല ഉപയോഗിച്ചിരുന്നത്, മറിച്ച് ബ്രിട്ടീഷ് കുട്ടികൾക്ക് ജിയോഗ്രഫി പഠിപ്പിച്ചു കൊടുക്കാനായിരുന്നു. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ നായകളും പൂച്ചകളും ഇടതന്മാരോ അല്ലെങ്കിൽ വലതുമാരോ ആയിരിക്കാം. പലതരത്തിലുള്ള പഠനങ്ങളും നായകളും പൂച്ചകളും ഏതെങ്കിലും ഒരു കൈയാണ് മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളൊരു അടപ്പുള്ള കോഫി മഗിൽ നിന്ന് കോഫി കുടിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എയർ പ്രഷർ കുറയുന്നതായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായി പുറത്തുള്ള എയർ അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നതാണ്. ഇത് തടയുന്നതിന് ആവശ്യമായാണ് മൂടിയുടെ മുകൾ ഭാഗത്തായി ഒരു ചെറിയ ദ്വാരം അവർ ഇട്ടിട്ടുള്ളത്. ഇതുമൂലം അവർക്ക് സുഗമമായി കാപ്പി കുടിക്കാൻ കഴിയുന്നതാണ്. സാധാരണയായി പൂച്ചകൾക്ക് മധുരം തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നാവിൽ മധുരത്തിന്റെ രസകുമിളകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ പൂച്ചയ്ക്ക് ഒരു മിഠായി കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം അത് ചിരിച്ചു കാണിക്കുകയുമാണെങ്കിൽ അതിനർത്ഥം അതിന് മധുരം തിരിച്ചറിയാൻ കഴിയുമെന്നല്ല, മറിച്ച് അതിലുള്ള ഫാറ്റ് കാരണമാണത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സെൽഫോൺ ടേബിൾ കവറായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇത് ആളുകൾ മിഠായി കവറായിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സാധാരണ പൊതുവായി കണ്ടുവരുന്ന ഒരു അന്ധവിശ്വാസമാണ് ടൂത്ത് പേസ്റ്റിലുള്ള ചെറിയ കളേർഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾസ് അതിന്റെ ഇൻഗ്രീഡിയൻസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നത്. പക്ഷെ ഈ ചെറിയ കളേഴ്സ് എല്ലാം തന്നെ മെഷീനുകൾക്ക് ആവശ്യമായ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സീൽ ചെയ്യാനുമുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആടിന്റെ കൃഷ്ണമണി കണ്ട് അന്തം വിട്ടിട്ടുണ്ടോ? അവർക്ക് ഇങ്ങനെയുള്ള റെക്ടാങ്കിൾ ആയിട്ടുള്ള കൃഷ്ണമണി വളരെ വലിയ രീതിയിലുള്ള കാഴ്ചയാണ് നൽകുന്നത്. ഇത് മാത്രമല്ല, ഇതിലൂടെ അവർക്ക് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ കാണാൻ കഴിയുന്നതാണ്. ഇത് മാത്രമല്ല, ഇവർക്കുള്ളത് 320 ഡിഗ്രി വിഷനാണ്. പക്ഷെ മനുഷ്യർക്കുള്ളത് 120 ഡിഗ്രി വിഷനാണ്. വാസ്തവത്തിൽ തേനീച്ചകൾക്ക് 5 കണ്ണുകളാണുള്ളത്. ഇതിൽ 2 അവരുടെ മുഖത്തും അതുപോലെ തന്നെ 3 അവരുടെ തലയുടെ മുകളിലുമാണുള്ളത്. ഇത് മാത്രമല്ല, തേനീച്ചകൾ സാധാരണയായി ഉറങ്ങാറില്ല, മറിച്ച് അവർ ഒന്ന് വിശ്രമിക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. നമ്മുടെ ഭൂമിയിൽ ഏകദേശം 24-ലധികം ടൈം സോണുകളും ഉണ്ട്. ഇതിൽ ചില ടൈം സോണിൽ നിന്ന് മറ്റൊരു ടൈം സോണിലേക്ക് വെറും 35 അല്ലെങ്കിൽ 40 മിനിറ്റോ ഉണ്ടാവുകയുള്ളൂ. 2005 ഏപ്രിൽ 1 നാസ എല്ലാ ആളുകളെയും മാർസിൽ വെള്ളം കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത് മാർസ് ക്യാൻഡിയുടെ മുകളിൽ വെള്ളം വെച്ചായിരുന്നു. പക്ഷേ ഇത് വലിയ തരത്തിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു. വാസ്തവത്തിൽ പിൻ നമ്പർ കണ്ടുപിടിച്ച ആൾ അതിന് 6 അക്കമായിരുന്നു നൽകാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് അവൾക്ക് വെറും 4 ഡിജിറ്റ് മാത്രമേ ഓർത്തു വെക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇത് 4 ഡിജിറ്റിലേക്ക് മാറ്റിവെച്ചത്. വാസ്തവത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ടെക് എംപയറിനേക്കാളും വളരെ പഴക്കം ചെന്ന ഒന്നാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 1996 ഒരു ലേണിംഗ് ഹബ്ബായാണ് തുടങ്ങിയത്. പിന്നീടാണ് ഇത് 1241 ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റിയത്. ഈ ആസ്ടെക് എംപയർ എന്ന് പറയുന്നത് 1428 തുടങ്ങിയത്. നമ്മൾ എക്സസൈസ് ചെയ്ത് ബേൺ ചെയ്യുന്ന എല്ലാ ഫാറ്റ്സും തന്നെ എനർജിയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വെള്ളവുമായാണ് മാറുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ടൈപ്പൻ എന്നാണ്. ഇതിന്റെ നിക്നെയിം എന്താണെന്ന് വെച്ചാൽ ദ ഫ്രീയൻ സ്നേക്ക് എന്നാണ്. നമ്മുടെ ലോകത്തിലെ വിഷമുള്ള പാമ്പുകളിലെ 25 എണ്ണത്തിൽ 21 ഓസ്ട്രേലിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു സാധാരണയായി ചെറിയ ഒച്ചിന് ഏകദേശം 14,000-ഓളം പല്ലുകളുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് അക്കാലത്തുണ്ടായിരുന്ന ആളുകൾ അക്കാലത്തെ വലിയ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച കോയിൻസിൽ നിന്ന് ചെറിയ അളവിൽ തന്നെ ചുരണ്ടിയെടുക്കുമായിരുന്നു. ഇങ്ങനെ ചുരണ്ടിയെടുത്തതിന് ശേഷം പിന്നീട് അവർ ഇത് വിൽക്കുകയാണ് ഉണ്ടായിരുന്നത്.
ഇങ്ങനെ ആളുകൾ ചെയ്യുന്നത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കോയിന്റെ സൈഡിലുള്ള ചെറിയ വരകളുള്ള ഡിസൈൻ കണ്ടുപിടിച്ചത്. ഇതിൽ നിന്ന് ചുരുണ്ടിയെടുക്കുകയാണെങ്കിൽ സുഖമായി കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഭാഷ അറിയാവുന്നവർക്ക് ഒന്നിൽ കൂടുതൽ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നതാണ്. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയും കൂടെ മാറുന്നതായിരിക്കും. വാസ്തവത്തിൽ ഒട്ടകങ്ങൾക്ക് മണലിൽ നിന്ന് അവരുടെ കണ്ണ് രക്ഷിക്കുന്നതിന് ആവശ്യമായി 3 കൺപോളകളാണുള്ളത്. ഇതിൽ 2 കൺപീലികൾ ഉള്ളതാണ്. പക്ഷെ മൂന്നാമത്തെ അവർ ഉപയോഗിക്കുന്നത് അവരുടെ കണ്ണിൽ നിന്ന് പൊടി നീക്കം ചെയ്യാൻ മാത്രമാണ്. ഈ മൂന്നാമത്തെ കൺപോള അവർ അടക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടല്ല, മറിച്ച് അത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കാണ്. കൂഗർ എന്ന മൃഗത്തിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ മറ്റെല്ലാ മൃഗങ്ങളെയും അപേക്ഷിച്ച് ഇതിന് വളരെ കൂടുതൽ പേരുകളുണ്ട്. ഇതിന് പാന്തർ, മൗണ്ടൻ ലയൺ, പ്യൂമ, അതുപോലെ തന്നെ മറ്റു 40 ഇംഗ്ലീഷ് പേരുകളും 25 നാറ്റീവ് നോർത്ത് അമേരിക്കൻ പേരുകളും അതുപോലെ തന്നെ 18 നാറ്റീവ് സൗത്ത് അമേരിക്കൻ പേരുകളും ഉണ്ട്. സാധാരണയായി ചില ആളുകൾ കൂടുതലായി ഇമോഷൻസ് ഒക്കെ കാണിക്കുന്നവരാണല്ലേ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിൽ കൂടുതലായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഒരു ദിവസത്തിൽ ഏകദേശം 30,000-ഓളം തവണ കണ്ണ് ചിമ്മുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് എണ്ണിത്തീർക്കാൻ ഏകദേശം അരമണിക്കൂറോളം വേണ്ടി വരുന്നതാണ്. വാസ്തവത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ചിട്ടുള്ളത് കോപ്പർ കൊണ്ടാണ്. ഇതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഇതിന്റെ നിറം എന്ന് പറയുന്നത് കോപ്പറിന്റെ നിറം തന്നെയായിരുന്നു. പക്ഷെ ഇത് പിന്നീട് 1920 ഓക്സിഡേഷൻ കാരണമാണ് ഇതിന്റെ നിറം പച്ചയായി മാറിയത്. ഏറ്റവും വലിയ SAT സ്കോർ എന്ന് പറയുന്നത് 1600 ആണ്. ഇതിൽ ബിൽ ഗേറ്റ്സിന് 1590 ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മാർക്ക് സുക്കർബർഗിന് 1590-നും അതുപോലെ തന്നെ 1600-നും ഇടയിലാണ് ലഭിച്ചിട്ടുള്ളത്. ശ്രീലങ്കയിൽ 50%-ലധികം കരണ്ടും ഹൈഡ്രോ പവറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പുഴകളിൽ നിന്നുമാണ് ഇതുപോലെയുള്ള കൂടുതൽ ഹൈഡ്രോ പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഹൊണ്ടോറസിലെ ഒരു ടൗണിൽ ഓരോ വർഷവും ഒരേ സമയത്ത് തന്നെ മീൻമഴ പെയ്യാറുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് സയന്റിസ്റ്റുകൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. 1969 സാൽവഡോർ ഡാലിയാണ് ചുപ്പാ ചുപ്സിന്റെ ലോഗോ നിർമ്മിച്ചത്. ഇദ്ദേഹം തന്നെയാണ് ഇത് മിഠായിയുടെ മുകളിൽ വെക്കാൻ നിർദ്ദേശം നൽകിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമൂലം എല്ലാവർക്കും തന്നെ അവരുടെ ലോഗോ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന അതുപോലെ തന്നെ ബ്രസീലിനടുത്തായുമുള്ള ഒരു ചെറിയ ഐലൻഡിന്റെ പേരാണ് സ്നേക്ക് ഐലാൻഡ്. ഈ 110 ഏക്കറുള്ള സ്ഥലത്ത് ഏകദേശം 4000 പാമ്പുകളാണുള്ളത്. ഇത് അർത്ഥമാക്കുന്നത് ഓരോ 6 യാർഡിലും നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു പാമ്പിനെങ്കിലും കാണാൻ കഴിയുമെന്നതാണ്. 1829 ടൈപ്പ് റൈറ്റർ ആദ്യമായി നിർമ്മിച്ചപ്പോൾ അതിന്റെ കീബോർഡ് എല്ലാം തന്നെ ആൽഫബറ്റിക് ഓർഡറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയായപ്പോൾ ആളുകളുടെ ടൈപ്പിംഗ് സ്പീഡ് കൂടുകയും കീബോർഡ് ജാം ആവാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് 1867 ഇന്നത്തെ രീതിയിലുള്ള കീബോർഡാക്കി മാറ്റി സ്ഥാപിക്കപ്പെട്ടത്. ഫ്രൂട്ട് സ്റ്റിക്കേഴ്സിന്റെ മുകളിലുള്ള നമ്പറുകളെല്ലാം തന്നെ അത് എങ്ങനെയാണ് വളർത്തിയത് എന്ന് അടിസ്ഥാനമാക്കിയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിൽ 4 അക്കമുള്ളതും അതുപോലെ തന്നെ 4, 3 എന്ന അക്കങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുമാണെങ്കിൽ അത് കീടനാശിനി ഉപയോഗിച്ചവയാണ്. ഇതിൽ 5 അക്കമുള്ളതും അതുപോലെ തന്നെ 9 എന്ന അക്കം കൊണ്ടാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓർഗാനിക് ആണ്. ഇത് മാത്രമല്ല, ഇതിൽ 5 അക്കമുള്ളതും അതുപോലെ തന്നെ 8 എന്ന അക്കം കൊണ്ട് തുടങ്ങുന്നതുമാണെന്നുണ്ടെങ്കിൽ അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. മുതലകൾക്ക് 20 മൈൽ പെർ ഹവർ അല്ലെങ്കിൽ ഏകദേശം 30 km/h സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. വാസ്തവത്തിൽ മൂവി തിയേറ്റേഴ്സ് ഉടമകൾ ഉണ്ടാക്കുന്ന 85% ലാഭവും അവർ ഉണ്ടാക്കുന്നത് അവിടെ വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ ടിക്കറ്റ് വിൽക്കുമ്പോൾ അതിന്റെ ടിക്കറ്റിൽ നിന്ന് ഒരു നിശ്ചിതമായ എമൗണ്ട് അതിന്റെ നിർമ്മാതാക്കൾക്കായി നൽകേണ്ടതായി വരും. പുറത്ത് വിൽക്കുന്ന പോപ്കോണിന്റെ വിലയുടെ 20 ഇരട്ടിയോളം ആയിരിക്കും മൂവി തിയേറ്റേഴ്സിലെ പോപ്കോണിന്റെ വില. ജപ്പാനിലെ ട്രാഫിക് ലൈറ്റ്സ് പച്ച എന്ന നിറത്തിനും പകരം നീല എന്ന നിറമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പച്ച അതുപോലെ തന്നെ നീല എന്നീ നിറങ്ങൾക്ക് അവർ ഗ്രീൻ എന്ന് തന്നെയാണ് പറയുന്നത്. കുറെ നേരം സ്റ്റഡിയായിട്ടും അതുപോലെ തന്നെ അനങ്ങാതിരിക്കാനും വേണ്ടി ചൈനീസ് മിലിറ്ററിയിലെ ആളുകൾ അവരുടെ കോളറിന്റെ മുകളിൽ ഒരു ചെറിയ പിൻ വെക്കുന്നതാണ്. തുർക്കിയിലെ ആളുകളാണ് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത്. ഇവിടെയുള്ള ഒരാൾ ഏകദേശം 16 പൗണ്ട് അല്ലെങ്കിൽ 7 കിലോഗ്രാം വരെ ചായപ്പൊടി ഓരോ വർഷവും ഉപയോഗിക്കാറുണ്ട്.